രാജിക്ക് ശേഷവും കെ എം മാണിയുടെ ഔദ്യോഗിക വസതി പ്രശാന്ത് ഇന്നും രാഷ്ട്രീയ ചർച്ചകളാൽ സജീവമായിരുന്നു. സമവായത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മറ്റു മന്ത്രിമാരും കെ എം മാണിയെ സന്ദർശിച്ചു. കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നതയില്ലെന്ന് ജോസഫ് വിഭാഗം നേതാക്കൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം വലിയ രാഷ്ട്രീയ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച പ്രശാന്ത് എന്ന കെ എം മാണിയുടെ ഔദ്യോഗിക വസതി ഇന്ന് ഏറെ മൂകമായിരുന്നു. ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ. പിന്നീടാണ് രാഷ്ട്രീയ കൂടിക്കാഴ്ചകളും ചർച്ചകളും ഇവിടെ ആരംഭിക്കുന്നത്. മന്ത്രിസഭാ യോഗം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ആദ്യം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, തുടർന്ന് മന്ത്രിമാരായ കെ പി മോഹനൻ, കെ ബാബു, രമേശ് ചെന്നിത്തല എന്നിവർ പ്രശാന്തിലെത്തി കെ എം മാണിയുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച വ്യക്തിപരം എന്നല്ലാതെ കൂടുതലൊന്നും പ്രതികരിക്കാൻ ആരും തയ്യാറായില്ല. തുടർന്ന് ഏവരും ധനമന്ത്രി പദം ഒഴിച്ചിട്ടുള്ള ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേർന്നു. മന്ത്രിസഭയ്ക്കു ശേഷം മന്ത്രിമാരായ വി എസ് ശിവകുമാർ, ഷിബു ബേബി ജോൺ, എം കെ മുനീർ തുടങ്ങിയവരും കെ എം മാണിയെ വീട്ടിലെത്തി സന്ദർശിച്ചു. അതിനിടയിൽ ജോസഫ് വിഭാഗം നേതാക്കളായ ടി യു കുരുവിള, മോൻസ് ജോസഫ് തുടങ്ങിയവരും എത്തി. കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നതയില്ലെന്ന് നേതാക്കൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പാലായിൽ നിന്നുള്ള പാർട്ടി നേതാക്കളും പ്രശാന്തിയിലുണ്ടായിരുന്നു. ഇനി മറ്റ് ഔദ്യോഗിക പരിപാടികൾ ഒന്നുമില്ലാതെ കെ എം മാണി 13-ാം തീയതി തിരുവനന്തപുരത്ത് നിന്നും പാലായ്ക്ക് മടങ്ങും. ധനമന്ത്രി പദത്തിന്റെ ആഢ്യതമില്ലാതെ. എസ് ഷീജ, തിരുവനന്തപുരം.